പൗരുഷൻ ടി വി ഒരുക്കുന്ന ഉപവാസ പ്രാർത്ഥനയുടെ ഒന്നാമത്തെ ദിവസം നമുക്ക് ഒരുമിച്ചായിരിക്കുവാൻ സർവശക്തനായ ദൈവം ഒരുക്കി തന്ന നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തെ നന്ദി പറയുന്നു. വിവിധ ടൈം സോണുകളിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയ മാന്യ പ്രേക്ഷകരോട് അപേക്ഷയുള്ളത്, നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് വളരെ പ്രാർത്ഥനയോടും ആ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ടായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അതൊരു വിടുതലാണ്, സൗഖ്യമാണ്. നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. ഹല്ലേലൂയ. ആയിരിക്കുന്ന സ്ഥാനത്ത് പ്രാർത്ഥനയോടായിരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഈ നാളുകളിൽ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി വലിയവ ചെയ്യും, അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ഹല്ലേലൂയ. ജീവിതത്തിൽ അസാധ്യം മാത്രമേ മുന്നിലുള്ളൂ. എല്ലാം തകർന്നിരിക്കുന്ന അനേക വ്യക്തി ഞങ്ങളെ കേൾക്കുന്നുണ്ട്. ഞങ്ങൾ നിങ്ങളോട് ദൈവാത്മാവിൽ ആദ്യമേ ഒരു ദൂത് പറയുന്നു. ഇത് നിങ്ങളുടെ വിടുതലിൻ്റെ ദിവസമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഫുൾ സ്റ്റോപ്പിട്ട് നിൽക്കുന്ന മണ്ഡലങ്ങൾ ദൈവം മുന്നോട്ട് അടുത്ത പാരഗ്രാഫ് എഴുതാൻ പോവുകയാണ്. സ്തോത്രം. അത്ഭുതങ്ങൾ സംഭവിക്കും. പ്രാർത്ഥനയോടായിരിക്കാം. നിങ്ങൾ ഭാരപ്പെടുന്ന വിഷയത്തിന് ഇന്ന് രാത്രി മറുപടിയുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. എല്ലാവരും ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, ഇന്ന് രാത്രി എന്നോട് സംസാരിക്കണമേ, എൻ്റെ പ്രശ്നങ്ങൾക്ക് മറുപടി അയക്കണമേ. എല്ലാവരും ഒക്കെ പ്രാർത്ഥിച്ചാട്ടെ. നമുക്ക് പ്രാർത്ഥനയോട് തുടങ്ങാം. കർത്താവേ, ഈ വചനം കേൾക്കുന്ന എല്ലാ മാന്യ വ്യക്തികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ അദൃശ്യമായ കരം ചലിക്കുന്നതിനായി സ്തോത്രം. കർത്താവെ, രോഗങ്ങൾ സൗഖ്യമാക്കട്ടെ. ജീവിതത്തിൽ ഏതെല്ലാം വിഷയത്തിൽ ഭാരപ്പെടുന്നോ ആ വിഷയത്തിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കണം. ഞെരുങ്ങിയിരിക്കുന്നവർ, നിരാശപ്പെട്ടിരിക്കുന്നവർ, ഈ ജീവിതം ജന്മമെന്ന് പറയുന്നവർ ഇന്ന് രാത്രി ദൈവത്തിൻ്റെ പ്രവൃത്തി കണ്ടറിഞ്ഞ് മനസ്സിലാക്കി ദൈവത്തിന് വിടുതൽ പ്രാപിച്ചെടുക്കുവാൻ കർത്താവ് ഇടയാക്കണം. അവരിയ്ക്കുന്ന സ്ഥാനങ്ങളിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കുന്നതിനായി സ്തോത്രം. ബലമുള്ള കരത്തിലേക്ക് ഏൽപ്പിക്കുന്നു. യേശു കർത്താവിൻ്റെ വലിയൊരു നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. നമ്മുടെ പേര് വിശ്വാസികൾ എന്നാണ്. സ്തോത്രം. വിശ്വാസികൾ. വർഷങ്ങളുടെ പാരമ്പര്യവും കണക്കുമൊക്കെ നമുക്ക് പറയാനുണ്ട് വിശ്വാസ ജീവിതത്തിൻ്റെ. പക്ഷെ എത്രത്തോളം നമ്മൾ നമ്മുടെ കർത്താവിനെ വിശ്വസിക്കുന്നു, നമ്മളുടെ വിശ്വാസം എത്രത്തോളം വളർന്നിട്ടുണ്ട്, ഈ ദിവസങ്ങളിൽ നമ്മളൊന്ന് പരിശോധിച്ചറിയാനാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ഞാൻ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ? എൻ്റെ വിശ്വാസം എങ്ങനെ ഇരിക്കുന്നു? ഞാൻ വിശ്വാസി എന്നുള്ള പേരുണ്ട്, പക്ഷേ യഥാർത്ഥമായി ഞാനൊരു വിശ്വാസിയാണോ എന്ന് നമ്മൾ ഈ ദിവസങ്ങളിൽ നിന്ന് സ്വശോധന ചെയ്യണം. പലപ്പോഴും നമ്മുടെ പ്രശ്നങ്ങൾക്ക് മറുപടി കിട്ടാത്തതിൻ്റെ കാര്യം നമ്മൾ വിശ്വാസത്തോട് സ്റ്റെപ്പ് വെക്കാത്തത് കൊണ്ടാണ്. വിശ്വാസത്തോട് ചില കാര്യങ്ങൾ പ്രഖ്യാപിക്കാത്തത് കൊണ്ടാണ്. വിശ്വാസത്തോട് ചില കാര്യങ്ങൾ പറയാത്തത് കൊണ്ടാണ് പല കാര്യങ്ങളും ഇന്ന് നമ്മുടെ മുന്നിൽ വഴിമുടക്കി നിൽക്കുന്നത്. ഈ ദിവസങ്ങളിൽ നമ്മൾ ആരെന്നൊന്ന് മനസ്സിലാക്കണം. സ്തോത്രം. അതിനെ ആധാരമാക്കി ചില വാക്യങ്ങൾ വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ വചനം കയ്യിലുള്ളവർ ദയവായി മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 39-ാമത്തെ വാക്യം ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 39-ാമത്തെ വാക്യം. നിങ്ങളുടെ ആരവാരവും കരച്ചിലും എന്തിന്? കുട്ടി മരിച്ചിട്ടില്ല, ഉറങ്ങുന്നതത്രേ എന്ന് അവരോട് പറഞ്ഞു. അവരോ അവനെ പരിഹസിച്ചു. അവനെ എന്ന് പറഞ്ഞാൽ യേശുവിനെ പരിഹസിച്ചു. ഈ വേദഭാഗം നമുക്ക് വളരെ പ്രസക്തമാണ്, നമുക്ക് അറിയാവുന്ന വിഷയമാണ്. യേശു കർത്താവ് തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ താൻ വഴിയാത്രയിൽ ഇങ്ങനെ മുന്നോട്ട് നടന്നു വരുമ്പോൾ 5-ാം അധ്യായം തുടക്കം നമ്മൾ കാണുന്നത് ഒരു നദിക്കക്കരെ പോയി ചില ശുശ്രൂഷകൾ ചെയ്ത് തിരിച്ചിക്കരെ വന്നതിന് ശേഷം നടന്ന് മുന്നോട്ട് പോകുമ്പോൾ നടക്കുന്ന ചില സംഭവങ്ങളാണ് നമ്മൾ ആ 5-ാം അധ്യായത്തിൽ കാണുന്നത്. 5-ാം അധ്യായം തുടങ്ങുന്നത് തന്നെ പറയുന്നത്, അവർ കടലിൻ്റെ അക്കരെ ഗരദേശത്തെത്തി പടകിൽ നിന്നിറങ്ങി അശുദ്ധാത്മാവുള്ള മനുഷ്യനെ സൗഖ്യമാക്കിയൊരു വിവരമാണ് തുടങ്ങുന്നത് നമ്മൾ കാണുന്നത്. അവിടെ നിന്ന് തിരിച്ച് കർത്താവ് ഇക്കരയ്ക്ക് വന്നു. അക്കരക്കാർക്ക് യേശുവിനെ വേണ്ട. അക്കരക്കാർ പറയാണ്, നീ ഇവിടെ നിൽക്കണ്ട, നീ പൊയ്ക്കോ, ഞങ്ങൾക്ക് വലിയ നാശം സംഭവിച്ചിരിക്കുന്നു, ഞങ്ങളുടെ കൃഷികൾ അല്ലെങ്കിൽ ഞങ്ങളുടെ മൃഗസമ്പത്ത് നശിച്ചിരിക്കുന്നു, നീ ഇവിടെ വന്ന് കാല് കുത്തിയപ്പോൾ തന്നെ പ്രശ്നമാണ്, അതുകൊണ്ട് ദയവായി ഞങ്ങൾക്ക് നിന്നെ വേണ്ട, ഇവിടെ നിന്ന് നാട് വിട്ട് പൊയ്ക്കോണോ എന്ന് പറഞ്ഞ് യേശു അവിടെ നിന്ന് ഇക്കരയേക്ക് വരികയാണ്. നമ്മുടെ കർത്താവിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്, നിർബന്ധത്താൽ ഒന്നും ചെയ്യത്തില്ല കർത്താവ്. ആരുടെ ഇടയ്ക്ക് ഫോഴ്സ് ചെയ്യുന്ന പരിപാടി കർത്താവിനില്ല. ആ ദേശത്തിന് സകലത്തിൻ്റെ ഉടയവനായ കർത്താവിന് അവിടെ നിന്ന് പ്രസംഗിക്കുന്നതിന് ഒരു തടസ്സവുമില്ല.
ആരെന്തു പറഞ്ഞാലോ അത് നടക്കും. പക്ഷേ അവർക്ക് വേണ്ട യേശു അവിടെ നിന്ന് തിരിച്ച് നേരെ ഇക്കരയ്ക്ക് വന്നു. സ്തോത്രം. എന്നാൽ ഇക്കരയിലേക്ക് വന്നപ്പോൾ വലിയൊരു പുരുഷാരം യേശുവിനെ എതിരേറ്റ് നിൽക്കുകയാണ്. വലിയൊരു പുരുഷാരം. യേശുവിനെ വേണം, യേശുവിൻ്റെ അത്ഭുതങ്ങൾ, യേശുവിൽ നിന്ന് വിടുതൽ വേണം, സൗഖ്യം വേണമെന്ന് പറഞ്ഞ് അനേകർ കൂടിയിരിക്കുകയാണ്. സ്തോത്രം. അവിടെ യേശു ചില കാര്യങ്ങൾ ചെയ്തിങ്ങനെ മുന്നോട്ട് വരുമ്പോൾ യേശുവിൻ്റെ അടുക്കിലേക്ക് പള്ളിപ്രമാണിയായ ഒരു മനുഷ്യൻ ഓടി വന്നിട്ട് പറഞ്ഞു, എൻ്റെ കുഞ്ഞുമകൾ സൗഖ്യമില്ലാതെ ഭാരപ്പെടുന്നു, എൻ്റെ വീട്ടിൽ വരെ ഒന്ന് വരണം, ആ കുഞ്ഞിനെ ഒന്ന് സൗഖ്യമാക്കണം. സ്തോത്രം. യേശു ഉടൻ തന്നെ അദ്ദേഹത്തിൻ്റെ വാക്ക് കേട്ട് തൻ്റെ ശിഷ്യന്മാരുമായി അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ ഇടയ്ക്ക് മറ്റൊരു സംഭവം നടക്കുന്നുണ്ട്. അത് യേശു ആ ഇക്കരയ്ക്കിറങ്ങി നടന്നു പോകുന്ന സമയം വേറൊരു വ്യക്തി യേശുവിനെ തേടി വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ചു. സ്തോത്രം. അത് നമുക്കറിയാം ആരാന്നുള്ള കാര്യം. രക്തസ്രാവക്കാരിയായ സ്ത്രീ. സ്തോത്രം. രക്തസ്രാവക്കാരിയായ സ്ത്രീ അവിടെ നിന്ന് ഇറങ്ങിത്തിരിക്കുന്നു. ആ സഹോദരി ഇതിൻ്റെ ഇടയ്ക്ക് വന്ന് യേശുവിനെ തൊടുന്നു. യേശുവിൽ നിന്ന് ശക്തി വ്യാപരിച്ച് അവൾ സൗഖ്യം പ്രാപിക്കുന്നു. ഞാൻ അതിലേക്ക് മടങ്ങി വരുന്നുണ്ട്. പക്ഷെ ഈ വാക്യത്തിൻ്റെ പശ്ചാത്തലം ഞാൻ ഓടിച്ച് മുന്നോട്ട് പറഞ്ഞു പോവുകയാണ്. അങ്ങനെ അവൾ സൗഖ്യം പ്രാപിച്ചുടൻ തന്നെ അടുത്ത് പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്നൊരു സഹോദരൻ ഓടി വന്നിട്ട് പറയുന്നു, ഗുരുവിനെ അസഹ്യപ്പെടുത്തണ്ട, കുട്ടി മരിച്ചുപോയി. സ്തോത്രം. ഹല്ലേലൂയ. യേശു അത് കേട്ടാറേ പള്ളിപ്രമാണിയായ യായിറോസിനോട് പറയുകയാണ്, നീ ഭയപ്പെടണ്ട, ധൈര്യമായിരിക്കുക. സ്തോത്രം. അവനെ ധൈര്യപ്പെടുത്തി. യേശു അവനെ ധൈര്യപ്പെടുത്തുന്നതിന് മുമ്പ് ഒരു വാക്ക് പറയുന്നുണ്ട്. അവൻ പറഞ്ഞ വാക്ക് യേശു കാര്യമാക്കിയില്ല. പക്ഷേ യേശുവിൻ്റെ മുന്നിൽ നിൽക്കുന്ന യായിറോസ് കാര്യമാക്കി. അവിടെ നിൽക്കുന്ന സകല ജനവും കാര്യമാക്കി. യേശു അത് കാര്യമാക്കിയില്ല. യേശു അത് കാര്യമാക്കാതെ യേശു പള്ളിപ്രമാണിയോട് പറയുകയാണ്, ധൈര്യമായിരിക്കുക, ഭയപ്പെടണ്ട. ഉടൻ തന്നെ അവർ യാത്ര മുന്നോട്ട് പോവുകയാണ്. സ്തോത്രം. ആ യാത്ര പോകുന്ന വഴിയിൽ യേശു റീത്ത് മേടിച്ചില്ല, ഡെഡ് ബോഡിക്ക് വെക്കാൻ ഒരു ഫ്ലവർ മേടിച്ചില്ല. സ്തോത്രം. യേശു യാത്ര ചെയ്ത് നേരെ ചെന്നപ്പോൾ മരണ വീടിൻ്റെ മുന്നിലെത്തി. വിലാപത്തിൻ്റെ ശബ്ദം കേൾക്കാം. കരച്ചിലിൻ്റെയും നെഞ്ചത്തടിയുടെയും കാഴ്ചകൾ അവിടെ കാണാൻ കഴിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അകത്തോട്ട് കയറി ചെല്ലുമ്പോൾ മരിച്ചു കഴിഞ്ഞാൽ ഏതെല്ലാം രീതിയിൽ ഒരു മനുഷ്യനെ കിടത്തും, അല്ലെങ്കിൽ ഒരു കുഞ്ഞിനെ കിടത്തണം, അതേ രീതിയിൽ കിടത്തിയിരിക്കുന്നു. നമ്മുടെ ഇന്നത്തെ കാലഘട്ടം അനുസരിച്ച് കാല് തമ്മിൽ കൂട്ടിക്കെട്ടി, കൈ തമ്മിൽ കൂട്ടിക്കെട്ടി, മൂക്കിനകത്തൊരു പഞ്ഞിയും തിരികെ വെക്കും. മരിച്ചു എന്ന് നമുക്ക് ഉറപ്പായി കഴിഞ്ഞു. അങ്ങനെ മരണ വീട്ടിലേക്ക് യേശു കയറി ചെന്നു. യേശു കയറി ചെന്നിട്ട് അവിടെ നടന്ന ചില കാര്യമാണ് ഞാനിവിടെ നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചത്. ഒന്നുകൂടെ അത് വായിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ആരവാരവും കരച്ചിലും എന്തിന്? കുട്ടി മരിച്ചിട്ടില്ല, ഉറങ്ങുന്നത്രേ എന്ന് അവരോട് പറഞ്ഞു. അവരോ യേശുവിനെ പരിഹസിച്ചു. സ്തോത്രം. ഒരു മരണ വീട്ടിലേക്ക് ഒരു വ്യക്തി ചെന്നിട്ട്, പ്രത്യേകിച്ച് ഇന്നത്തെ കാലം വെച്ച് നോക്കിയ ഒരു ദൈവദാസൻ അല്ലെ ഒരു പാസ്റ്റർ ചെന്നിട്ട്, നിങ്ങൾ ഇങ്ങനെ കരയരുത്, നിങ്ങൾ നെഞ്ചത്തടിക്കണ്ട, നിങ്ങൾ എന്തിനാ ഇങ്ങനെ കരയുന്നേ എന്നൊക്കെ ചോദിക്കുന്നത് സ്വാഭാവികമാണ്. കാര്യമെന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രത്യാശ നിർഭരമായി നിൽക്കേണ്ട ഈ അവസ്ഥയിൽ മറ്റുള്ളവരെ പോലെ നെഞ്ചത്തടിക്കരുതെന്നൊക്കെ പല ദൈവദാസന്മാരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അത് സ്വാഭാവികമാണ്. അതിനകത്തൊരു അസാധാരണ കാര്യങ്ങളുമില്ല. അതിന് ആൾക്കാർക്ക് വിഷമം ഉണ്ടാകേണ്ട കാര്യമില്ല. ചില ആൾക്കാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, കരയട്ടെ, അവൾ കരയട്ടെ, അവൾ കരഞ്ഞവിടെ കണ്ണുനീര് പുറത്തു വരട്ടെ, അവിടെ ദുഃഖമൊന്നും ഇല്ലാതാകട്ടെ എന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ചില ആൾക്കാർ കരയരുതെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇതിലൊന്നും വലിയ ഒരു അസാധാരണത്വമില്ല. സാധാരണ ഇന്നും ഞാനത് കേൾക്കുന്നതാണ്, നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ യേശു അവരോട് പറയുന്നു, എന്തിനാണ് നിങ്ങളുടെ ഈ ആരാപാരങ്ങൾ, എന്തിനാണ് ഈ കരച്ചിൽ? നിർത്താൻ പറഞ്ഞിട്ട് അവർ നിർത്തുന്നില്ലെന്ന് തോന്നിയപ്പോൾ അവരെ
യേശു പുറത്താക്കിയെന്ന് എഴുതി വെച്ചിരിക്കുന്നു. സ്തോത്രം. അപ്പോൾ ആ ഫസ്റ്റ് പറഞ്ഞ കാര്യം കേട്ടപ്പോൾ അവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ രണ്ടാമത് പറഞ്ഞൊരു കാര്യമാണ് അവരുടെ ജീവിതത്തിൽ വല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് അവരെ കൊണ്ടുപോയി. കർത്താവ് രണ്ടാമത് പറഞ്ഞ കാര്യം എന്തുവാ? കുട്ടി മരിച്ചിട്ടില്ല, ഉറങ്ങുകയാണെന്ന്. സ്തോത്രം. ഹല്ലേലൂയ. അവരോ യേശുവിനെ പരിഹസിച്ചു. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ മനസ്സിലും തോന്നുന്നില്ല യേശു എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞത്? യേശു അങ്ങോട്ട് എന്നങ്ങ് ഉയർപ്പിച്ചാൽ മതിയായിരുന്നല്ലോ. യേശു അങ്ങനെയൊക്കെ പറയേണ്ട കാര്യമുണ്ടോ? ദൈവമക്കളെ, ഇവിടെ നമ്മൾ കാണുന്നത് വിശ്വാസത്തിൻ്റെ ചലനമാണ്. സ്തോത്രം. നാം വിശ്വസിക്കുന്നു എന്ന് പറയുന്നു, വിശ്വാസം നമ്മളിലുണ്ട്. ക്രിസ്ത്യ ജീവിതം തുടങ്ങിയിട്ട് വർഷങ്ങളുടെ കണക്ക് പറയാനുണ്ട്. ഇന്നും പല കാര്യങ്ങൾ കെട്ടപ്പെട്ട് കിടക്കുക, ഇന്നും വിടുതലില്ല, സൗഖ്യമില്ല, ഇന്നും മരിച്ചു കിടക്കുന്ന അവസ്ഥ, ജീവിക്കുന്നില്ല. എന്തുകൊണ്ടാണെന്നറിയാമോ? വിശ്വാസമുണ്ട്, പക്ഷെ വിശ്വാസം ചലിക്കുന്നില്ല. സ്തോത്രം. വിശ്വാസം ചലിക്കണം. അത് ചലിക്കുമ്പോൾ നിന്റെ ചുറ്റുമുള്ളവർ, കൂടപ്പിറപ്പ്, ബന്ധുപുത്രാദികൾ, ചാർച്ചക്കാർ, കൂടെ ആരാധിക്കുന്നവരൊക്കെ പറയും, ഓ ഒരു വിശ്വാസി വന്നിരിക്കുന്നു. ലോകത്താരും വിശ്വസിക്കാത്തവർ പോലെന്നൊക്കെ നിന്നെ ആക്ഷേപിക്കുമായിരിക്കും. പക്ഷെ ഒരു കാര്യം ഞാൻ നിന്നോട് വിളിച്ചു പറയാം, മറ്റുള്ളവരെ നീ നോക്കണ്ട. നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും നടക്കണമെന്നുണ്ടെങ്കിൽ, അത്ഭുതം നടക്കണമോ, പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തു വരണമോ, മരിച്ചത് എഴുന്നേൽക്കണമോ, രോഗങ്ങൾ സൗഖ്യമാകണമോ, കെട്ടുകളിൽ നിന്ന് പുറത്തു വരണോ, വിശ്വാസത്തിന്റെ ചലനം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകണം. സ്തോത്രം. യേശു എങ്ങനെയാ ചലിച്ചത്? ഹല്ലേലൂയ. യേശു കർത്താവ് ആ കുഞ്ഞിനെ സൗഖ്യമാക്കാൻ വേണ്ടി നടന്നിറങ്ങിയ ആ ഒരു സിറ്റുവേഷൻ എല്ലാവർക്കും മനസ്സിലാവും. നമ്മളും പോകും. ഒരു വീട്ടിൽ പാസ്റ്റർ വീട്ടിലോട്ടൊന്ന് വരണം, ഒന്ന് പ്രാർത്ഥിക്കാനാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും പോകും. വിളിച്ചാൽ പോകും. ഇത് ഈ നിയോഗമാണ്, പോകും. ആ ഒരു രീതിയിൽ തന്നെ കണ്ടാൽ മതി. യേശു ആ കുട്ടിയെ സൗഖ്യമാക്കാൻ വേണ്ടി പോകാൻ റെഡിയായപ്പോൾ പെട്ടെന്ന് അതിനെതിരായ ഒരു പ്രവർത്തന മണ്ഡലം തിരിച്ചിങ്ങോട്ട് വരിക എന്ന് പറഞ്ഞാൽ, മുന്നോട്ട് ആ കുട്ടിയുടെ സൗഖ്യമാണ് യേശുവിൻ്റെ മനസ്സിൽ. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ പെട്ടെന്ന് അവിടെ നിന്ന് അതിനെ ബ്ലോക്ക് ചെയ്തൊരു സംസാരം ഇങ്ങോട്ട് വരികയാണ്. ഗുരുവിനെ അസഹ്യപ്പെടുത്തണ്ട, വിട്ടേക്കെ, കുട്ടി മരിച്ചു. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, നീ വിശ്വാസത്തിൻ്റെ വാക്ക് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ, വിശ്വാസത്തിൻ്റെ ചലനം നീ ചെയ്യാൻ തുടങ്ങുമ്പോൾ, നിനക്കെതിരെ ലോകം, നിനക്കെതിരെ നിന്റെ കൂട്ടുകെട്ടുകൾ, നിനക്കെതിരെ നിന്റെ പശ്ചാത്തലങ്ങൾ എതിരെ വന്നിട്ട് പറയും, വെറുതെ പോഷത്വം കാണിക്കരുത്, ഒരിക്കലും നടക്കത്തില്ല എന്ന് നിന്നോട് 1000 പേര് ഇങ്ങോട്ട് പറഞ്ഞാൽ പോലും ഒരു കാര്യം ഞാൻ നിന്നോട് ദൈവനാമത്തെ വിളിച്ചു പറയുന്നു, സഹോദര, എത്ര വലിയ തകർന്ന വിഷയമായിക്കോട്ടെ, നീ വിശ്വാസത്തോടെ സ്റ്റെപ്പ് വെക്കാൻ തയ്യാറാണെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. സ്തോത്രം. ഞാനിവിടെ വചനം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിന്റെ കുടുംബത്തിനകത്ത് നീ തകർന്നിരിക്കുകയാണോ? നിന്റെ തലമുറ വല്ലാത്ത അവസ്ഥയിലേക്ക് പോയോ? നിന്റെ ഭാര്യ രോഗിയാണോ? ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണോ? കുടുംബം തകർന്നിരിക്കുകയാണോ? നിരാശയിലാണോ? വിശ്വാസത്തോടെ നീ സ്റ്റെപ്പ് വെക്കാൻ തയ്യാറാണോ? വിശ്വാസത്തോടെ നീ ചിലത് പ്രഖ്യാപിക്കാൻ തയ്യാറാണോ? അത്ഭുതങ്ങൾ നിന്റെ ജീവിതത്തിൽ സംഭവിക്കും. സ്തോത്രം. ഹല്ലേലൂയ. യേശു ആ വാക്ക് കാര്യമാക്കിയില്ല. സ്തോത്രം. ഞാൻ നേരത്തെ ഈ മെസ്സേജ് കണക്ട് ചെയ്ത് ഇവിടെ സംസാരിച്ചിരിക്കുന്നതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ സംസാരിക്കാൻ പോകുന്നില്ല. എന്നാൽ ഒരു വാക്ക് ഞാൻ പറഞ്ഞു പോകട്ടെ. ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ എസൻസ് അല്ലെങ്കിൽ ഫോർമുല എന്ന് പറയുന്നതാണ് ഞാനിവിടെ പറഞ്ഞത്. കാര്യമാക്കരുത്. പ്രശ്നങ്ങളെ കാര്യമാക്കരുത്. ജീവിതത്തിൽ അടിച്ചുയർന്ന പ്രതിസന്ധികളെ നീ കാര്യമാക്കരുത്. രോഗങ്ങളെ കാര്യമാക്കരുത്. കാര്യമാക്കിയ പിടിമുറുകും. കാര്യമാക്കിയ പിടിമുറുകും. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നിങ്ങൾ വായിച്ചു. അഭിഷിക്തന്മാരൊക്കെ ജയമെടുത്തത് അവരെ മുന്നിൽ വരുന്നതിനെ കാര്യമാക്കിയില്ല. സ്തോത്രം. മോശ എടുത്ത് നോക്കിക്കോ.
യോശുവായെ എടുത്ത് നോക്കിക്കോ, ദാനിയേലിനെ എടുത്ത് നോക്കിക്കോ, ചന്ദ്രക് മേശക് അബേദ്നെഗോ എടുത്ത് നോക്കിക്കോ. അവരുടെ മുന്നിൽ കത്തുന്ന തീ അവർ കാര്യമാക്കിയില്ല. അലറുന്ന സിംഹത്തിന്റെ മുരളിനെ അവർ കാര്യമാക്കിയില്ല. മുന്നിൽ വന്ന സൈന്യത്തെ അവർ കാര്യമാക്കിയില്ല. അപ്പോസ്തലനായ പൗലോസ് നോക്കിക്കോ, മുന്നിൽ വരുന്ന വാളോ അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങളോ പൗലോസ് കാര്യമാക്കിയില്ല. കപ്പൽ ഛേദകത്തെ പൗലോസ് കാര്യമാക്കിയില്ല. അണലി കടിച്ചു തൂങ്ങിക്കിടക്കുന്നതും പൗലോസ് കാര്യമാക്കിയില്ല. ചുറ്റുപാട് നിൽക്കുന്നവർ പേടിച്ചുപോയി. നിന്റെ ജീവിതത്തിൽ ഒരു ചെറിയ വേദനയായിരിക്കും വരുന്നത്. നീ അത് കാര്യമാക്കിയാൽ അതിനെ പിടിമുറുക്കും. നീ റിജക്റ്റ് ചെയ്യാൻ തയ്യാറാണോ, അതിനെ തൊടത്തില്ല. അപ്പോസ്തലനായ പൗലോസിന്റെ കയ്യെ തൂങ്ങിയ പാമ്പുണ്ടല്ലോ, പൊളവനും ചേരയുമല്ല, അവിടെ എഴുതി വെച്ചിരിക്കുന്നത് വൈപ്പർ, അണലിയാ, അണലി. വിഷമുള്ള 2 പാമ്പുകൾ, ഏറ്റവും വലിയ വിഷം കിങ് കോബ്രയാണ് അല്ലെങ്കിൽ രാജവെമ്പാല. രണ്ടാമതൊരു പാമ്പുണ്ടെങ്കിൽ അത് അണലിയാണ്. ഈ അണലി പാമ്പ് കടിച്ചാൽ ഒരു മനുഷ്യൻ ബ്ലഡ് ഛർദ്ദിച്ചാൽ മരിക്കുന്നത്. അവൻ്റെ ബ്ലഡ് ഛർദ്ദിച്ച് രോമകൂപങ്ങളിൽ ബ്ലഡ് പുറത്തു വരും, ബ്ലഡ് ഛർദ്ദിക്കും, എന്നിട്ടാണ് മരിക്കുന്നത്. പെട്ടെന്ന് മരണം നടക്കും. പൗലോസിന്റെ കയ്യിൽ തൂങ്ങിക്കെടുത്ത് വിഷം പമ്പ് ചെയ്യാൻ നോക്കിയിട്ട് ഈ അണലിക്ക് കഴിഞ്ഞില്ല. അണലി തോറ്റുപോയി. എന്താ കാര്യം എന്നറിയാമോ? അഭിഷിക്തൻ കാര്യമാക്കിയില്ല. സ്തോത്രം. അവനതിനെ തീയിലേക്ക് കുടഞ്ഞു കളഞ്ഞു. ചുറ്റും നിൽക്കുന്നവർക്കറിയാം അവന്റെ കൈ തൂങ്ങിയ പാമ്പ് എന്താണെന്ന് അവർക്കറിയാം. അവനിപ്പോൾ വീർത്ത് ചത്തു വീഴും, അവനിപ്പോൾ മരിച്ചു വീഴുമെന്ന് അവർ നോക്കി നിൽക്കുക. ഒന്നും സംഭവിച്ചില്ല. എന്താ കാര്യം എന്നറിയാമോ? അവൻ പ്രശ്നങ്ങളെ കാര്യമാക്കിയില്ല. പ്രിയ ദൈവമക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ പിശാച് കൊണ്ടുവന്ന് ആദ്യം ഒരു ചെറിയ വേദനയിടും. ആ വേദന നിന്നെ ഭയപ്പെടുത്തും. സമൂഹം നിന്നെ ഭയപ്പെടുത്തും. ഡോക്ടർമാർ നിന്നെ ഭയപ്പെടുത്തും. പലരും നിന്നെ ഭയപ്പെടുത്തും. ഇല്ല, പഠിക്കണം, സൂക്ഷിക്കണം. അപ്പുറത്തെ അന്നമാമ മരിച്ച ഇങ്ങനെ, ഇപ്പുറത്തെ മത്തായിച്ചാൻ ഇങ്ങനെ വദന വന്നാ മരിച്ചത്, എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് കാണിച്ചു എന്ന് പറഞ്ഞ് നിന്നെ ഭയപ്പെടുത്തി. ആ വേദന നിന്നെ പിടിമുറുക്കി പെട്ടിയിലടയ്ക്കും. അതിനെന്ത് ചെയ്യണം പാസ്റ്ററെ? പ്രഖ്യാപിക്കണം. എന്ത് പ്രഖ്യാപിക്കണം? യേശു പ്രഖ്യാപിച്ച പോലെ പ്രഖ്യാപിക്കണം. യേശു എന്താണ് പ്രഖ്യാപിച്ചത്? യേശു കാര്യമാക്കാതെ യാത്ര മുന്നോട്ട് പോകുമ്പോൾ വലിയൊരു പുരുഷാരം യേശുവിൻ്റെ കൂടെ മുന്നോട്ട് പോവുകയാണ്. അവിടെ ചെന്നിട്ട് യേശു ആദ്യം പറയുന്ന കാര്യം, ഇവിടുത്തെ ഈ കംപ്ലീറ്റ് സിസ്റ്റം മാറട്ടെ എന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത പരിപാടി നമുക്കറിയാം എന്തോല്ല. ഇന്നത്തെ കാലവും അന്നത്തെ കാലം വ്യത്യാസമുണ്ട്. ഇന്നത്തെ കാലത്തിൽ ഉടൻ തന്നെ പെട്ടെന്ന് മോർച്ചറി കൊണ്ടുവെക്കും. അതിനുശേഷം ബാക്കി ആൾക്കാരെയൊക്കെ അറിയിക്കും. അതിനുശേഷം നമ്മൾ സെറ്റപ്പൊക്കെ ചെയ്യും. പിന്നെയാണ് ബാക്കി ശുശ്രൂഷകൾ. നമ്മൾ അടുത്ത പടിയിലേക്ക് പോവുകയാണ്. യേശു അങ്ങോട്ട് ചെന്നിട്ട് അവരുടെ സിസ്റ്റത്തെ ബ്രേക്ക് ചെയ്ത് കളഞ്ഞു. കരയുന്നവരും ആരവാരങ്ങളും സ്റ്റോപ്പ് ചെയ്യുക. അവർക്ക് ആദ്യം ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി. പുറത്തിറങ്ങാൻ പറഞ്ഞു. അതിനുശേഷം എല്ലാവരും കൂടെ കയറ്റിയില്ല. ആത്മാവിൽ കൂടെ നിൽക്കുന്നവരെ കൂടെ കയറ്റി. യേശുവിന്റെ രണ്ടാമത്തെ പ്രഖ്യാപനം, വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു. നമ്മളിതിനെ ഇറ്റേണിറ്റിയെ കുറിച്ച് പ്രസംഗിക്കുന്ന നല്ല കാര്യമാണ്, അത് വേണം. പക്ഷേ നിന്റെ മുന്നിൽ കാണുന്നത് മരിച്ചു കിടക്കുന്ന കുഞ്ഞാണ്. പക്ഷേ നീ കാണേണ്ടത് അതല്ല. അവൾ മരിച്ചിട്ടില്ല, അവൾ ഉറങ്ങുകയാണ്, അവൾ എഴുന്നേക്കാൻ പോവുകയാണ്. സ്തോത്രം. ഇത് യേശു കണ്ടിട്ട് യേശു പ്രഖ്യാപിക്കുക, മനസ്സിൽ വെക്കരുത്. നീ കാണുന്നത്, നീ വിശ്വസിക്കുന്നത് മനസ്സിൽ വെക്കരുത്. നീ വിശ്വസിക്കുന്നത് പ്രഖ്യാപിക്കാൻ തയ്യാറാണോ? അത്ഭുതങ്ങൾ ചെയ്യും, കർത്താവ് വിടുതലയക്കും. നമ്മൾ പലപ്പോഴും വിശ്വസിക്കുന്നത് പറയുന്നുണ്ട്, വിശ്വസിക്കുന്നത് പാടുന്നുണ്ട്. പക്ഷെ വിശ്വാസം നമ്മുടെ മനസ്സിൽ ഒതുങ്ങരുത്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഈ മലയോട് നീങ്ങിപ്പോകാൻ പറഞ്ഞാൽ നീങ്ങിപ്പോകും. നീ വിശ്വസിക്കുന്നു ആ മല നീങ്ങിപ്പോകുമെന്ന്. പക്ഷെ അത് മനസ്സിൽ വെച്ചാൽ കാര്യമില്ല, അത് നീ പറയണം, പ്രഖ്യാപിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. യേശു പറഞ്ഞു, കുട്ടി മരിച്ചിട്ടില്ല, കുട്ടി ഉറങ്ങുകയാണ്. യേശു വിശ്വാസത്തിന്റെ പ്രഖ്യാപനം നടത്തി. ബാലെ എഴുന്നേൽക്കാന്ന് പറഞ്ഞപ്പോൾ ബാല എഴുന്നേറ്റ് വന്നു.
കുട്ടി എഴുന്നേറ്റ് വന്നു. ഞാൻ ചോദിക്കട്ടെ, ജീവിതത്തിൽ മരിച്ചു കിടക്കുന്ന, വല്ലാത്ത അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്ന, ഇനി ഒരിക്കലും മുന്നോട്ട് വരികയില്ല, ഇനി ഒരിക്കലും ഒരു ജീവിതമില്ല എന്ന് ചിന്തിച്ച നിങ്ങൾ വല്ലാതെ നിരാശയിലായിരിക്കുകയല്ലേ? ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നു, ദൈവാത്മാവ് വിളിച്ചു പറയുന്നു, നിങ്ങളായിരിക്കുന്ന മുറിക്കകത്ത്, നിങ്ങളായിരിക്കുന്ന ഹോസ്പിറ്റലിൽ, നിങ്ങൾ എവിടെയായിരിക്കുന്നോ അവിടെ ഇന്ന് വാക്കാലം നിങ്ങളുടെ നാവ് കൊണ്ട് വിളിച്ചു പറ, ഇല്ല, ഞാൻ മരണത്തിന് കീഴടങ്ങത്തില്ല, ദൈവം നിശ്ചയിച്ച ആയുസ് വരെ ഞാൻ ജീവിക്കും. ഇല്ല, എൻ്റെ കുഞ്ഞിന് അസുഖമില്ല, എൻ്റെ കുഞ്ഞിനെ കർത്താവ് സൗഖ്യമാക്കിയിരിക്കുന്നു, എൻ്റെ ഭാര്യയ്ക്ക് ഒരു പ്രശ്നമില്ല, എൻ്റെ യേശു എൻ്റെ ഭാര്യയെ സൗഖ്യമാക്കിയിരിക്കുന്നു എന്ന് നീ വിളിച്ചു പറയുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കാൻ തുടങ്ങും. ഇവിടെ യേശു പറയുക മാത്രമല്ല ചെയ്തത്, യേശു പ്രവർത്തിക്കുകയും ചെയ്തു. സ്തോത്രം. പിടിച്ച് എഴുന്നേൽപ്പിച്ചു. എഴുന്നേക്ക എന്ന് പറഞ്ഞപ്പോൾ ബാല ചാടി എഴുന്നേറ്റു. അങ്ങനാണെങ്കിൽ ചില കാര്യങ്ങൾ പറയുകയും ചില കാര്യങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യണം. സ്തോത്രം. ഇത് യേശുക്രിസ്തു നമുക്ക് കാണിച്ചു തന്നൊരു മാതൃകയാണ്. വിശ്വാസത്തിന്റെ സ്റ്റെപ്പ്. സ്തോത്രം. വിശ്വാസത്തിന്റെ സ്റ്റെപ്പ് എങ്ങനായിരിക്കണം? വിശ്വാസം വ്യാപരിക്കുന്നത് എങ്ങനെയാണ്? വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവ്. ഇതെല്ലാം വ്യാപരിക്കണമെന്നുണ്ടെങ്കിൽ സ്തോത്രം, വിശ്വാസത്തിന്റെ ചലനം നമ്മൾ ഉണ്ടാകണം. സ്തോത്രം. എൻ്റെ സാക്ഷ്യം പൗർവിഷനും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഒരു ബിസിനസ്സുകാരനായിരുന്നു ഞാൻ. 21 വർഷം ദുബൈയിൽ, 17 വർഷം ബിസിനസ്സായിരുന്നു. ദൈവം എന്നെ അടിച്ച് ഒടിച്ചു മടക്കി അവിടുത്തെ ജയിലിലിട്ട് അവിടുന്ന് പുറത്ത് കൊണ്ടുവന്ന് കാല് തല്ലി ഒടിച്ച് ടൈറ്റാനിയം പ്ലേറ്റ് ഇട്ട് ജോയിൻ ചെയ്ത് വീൽ ചെയറിലേക്ക് ജീവിതം മാറി. അങ്ങനെ ഇരിക്കുന്ന എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ കേരളത്തിലേക്ക് വന്ന് 2016 വീൽ ചെയറിലാണ്. IPC പ്രയർ സെൻറ്ററിലാണ് ഞങ്ങൾ കൂടുന്നത്. അന്ന് ആ ചർച്ചിനകത്ത് വന്നെന്നെ വീൽ ചെയറിൽ കൊണ്ട് നിർത്തി. അന്ന് ആ സഭയ്ക്കകത്ത് വെച്ചാണ് കർത്താവിനെ സൗഖ്യമാക്കി എഴുന്നേൽപ്പിക്കുന്നത്. ദൈവദാസന്മാരും ദൈവസഭ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിന് ശേഷം എന്നെ വീണ്ടും ആൾക്കാർ പിടിച്ചുകൊണ്ട് കൊണ്ടുവന്ന് ചെയറിലിരുത്താൻ പോവുകയാണ്. കർത്താവിൻ്റെ ദാസൻ ആശീർവാദം പറയാൻ പോവുകയാണ്. ഞാൻ 2 സ്റ്റെപ്പ് വെച്ചു. എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു, ഞാൻ നിന്നെ സൗഖ്യമാക്കിയിരിക്കുന്നു, ക്രച്ചസ് മാറ്റി നടക്കുക. ദൈവമക്കളെ, അത്ര ഈസിയായ ഒരു കാര്യമല്ല. ഡോക്ടർമാർ വിധി എഴുതിയിരിക്കുന്നത്, നിന്റെ കാല് കുത്തിയാൽ 1 കിലോ വെയിറ്റ് കാല് ചെന്നാൽ, കാലിൽ 14 സ്ക്രൂ ഇങ്ങേ വശത്തും 14 സ്ക്രൂ അതർ സൈഡിലും ഉണ്ട്. ടൈറ്റാനിയം പ്ലേറ്റ് ഇട്ടിരിക്കുകയാണ്. അതിനകത്ത് 1 കിലോ വെയിറ്റ് ചെന്നാൽ നിന്റെ കാല് പൊട്ടിപ്പോകും, സ്ക്രൂസ് എല്ലാം പൊട്ടിപ്പോകും. പിന്നെ അവിടെ ഒരു ഓപ്പറേഷൻ ഫിക്സിങ്ങും ഇല്ല, കാല് മുറിച്ച് കളയേണ്ടി വരും. ഇതാണ് ഡോക്ടർമാർ വിധി എഴുതിയിരിക്കുന്നത്. ഭയങ്കര കഠിനമായ വേദനയാണ് എൻ്റെ കാലിൽ. 3 മാസം കഴിഞ്ഞിട്ടും എൻ്റെ കാല് ജോയിൻ്റ് ആയില്ല, സ്പർശന ശക്തി ഇല്ലാത്ത അവസ്ഥയായിപ്പോയി. പ്രൈസ് ദി ലോർഡ്. അന്ന് ദൈവജനം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ 2 സ്റ്റെപ്പ് വെച്ചു. 3-ാമത്തെ സ്റ്റെപ്പ് വെക്കാൻ തുടങ്ങുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു, ഞാൻ നിന്നെ സൗഖ്യമാക്കിയിരിക്കുന്നു. സൗഖ്യമാക്കിയിരിക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞു. പക്ഷെ എൻ്റെ ശരീരത്തൊന്നും ഫീൽ ചെയ്യുന്നില്ല, എൻ്റെ കാലിലൊന്നും ഫീൽ ചെയ്യുന്നില്ല. എൻ്റെ കാലിന് വേദനയാണ് അപ്പോഴും. പക്ഷെ എന്നോട് കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ സൗഖ്യമാക്കിയിരിക്കുന്നു, കാല് കുത്തി നടക്കുക. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഡോക്ടർമാർ പറഞ്ഞത് ഞാൻ മറന്നു. അവർ പറഞ്ഞ കാര്യം ഞാൻ മറന്നു. 98 കിലോ ബോഡി വെയിറ്റ് എൻ്റെ ശരീരത്തിനുണ്ട്. ഈ 98 കിലോ ബോഡി വെയിറ്റ് കൊടുത്ത് ആ സ്റ്റേജിൽ ഞാൻ എൻ്റെ കാല് കുത്തി നടന്ന സമയത്ത് ഓൺ ദ സ്പോട്ടിൽ തന്നെ ഒരു ദൈവ സാന്നിധ്യം എൻ്റെ ശരീരത്തേക്ക് വ്യാപരിച്ചു. ഓൺ ദ സ്പോട്ടിൽ ഞാൻ സൗഖ്യമുള്ളവനായി മാറി. വിശ്വാസത്തോടെ സ്റ്റെപ്പ് വെക്കുമ്പോൾ ഡോക്ടർമാർ എന്തും വിധി എഴുതട്ടെ, ലോകം എന്തും വിധി എഴുതട്ടെ, യേശുവിൻ്റെ അത്യന്ത ശക്തി നിന്റെ ദേഹത്ത് വ്യാപരിക്കും, നിന്റെ ശരീരത്ത് വ്യാപരിക്കും. രാവിലെ 7:30 ഞങ്ങളുടെ വണ്ടി ഓടിക്കുന്ന അച്ചായനും എൻ്റെ വൈഫ് കൂടെ കാറയിൽ എടുത്ത് കയറ്റി ആ ചർച്ചയിൽ കൊണ്ടുവന്നത്. പക്ഷേ ഉച്ചയ്ക്ക് 1:30 എൻ്റെ വീട്ടിൽ ഞാൻ എൻ്റെ കാല് കൊണ്ട് നടന്നാ കയറിയത്. ഈ ദൈവമാരാ. സ്തോത്രം. നമ്മൾ സേവിക്കുന്ന ദൈവം മരിച്ചടക്കപ്പെട്ട് ജനനവും മരണവും എഴുതി വെച്ചിരിക്കുന്ന ആളെ അല്ല നമ്മൾ ആരാധിക്കുന്നത്, സകലത്തിൻ്റെ ഉടയവനായ ദൈവം. സ്തോത്രം.
ഇന്നും വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നും ലോകരാജ്യങ്ങളിലും അല്ലെങ്കിൽ ആയിരക്കണക്കിന് ആൾക്കാരെ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നു. ആരെല്ലാം ഇത് ബ്ലോക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ട് നടന്നോ? ആരെല്ലാം പൂട്ടിക്കെട്ടാൻ ശ്രമിച്ചു, ഈ വിശ്വാസം ഇല്ലാതാക്കാൻ ശ്രമിച്ചു, നടന്നു? നടക്കത്തില്ല. സ്തോത്രം. ഈ കല്ലിൽ തട്ടുന്നവൻ ധൂളിയായി മാറുന്ന, ഈ കല്ലിനെ തട്ടി തകർക്കാൻ കഴിയത്തില്ല. അതാണ് കർത്താവായ യേശു ക്രിസ്തു. ഭാരപ്പെടണ്ട, നിരാശപ്പെടണ്ട. നിങ്ങൾ പറ, യേശു എൻ്റെ ഉപനിധിയാ, യേശു എൻ്റെ രക്ഷകനാ, യേശു എൻ്റെ സൗഖ്യദായകനാ, യേശു എൻ്റെ സമ്പത്താ, യേശു എൻ്റെ സകലമാണ്. നിങ്ങളൊന്ന് പ്രഖ്യാപിക്കാൻ തയ്യാറാണോ? യേശുവിന് വേണ്ടി നിങ്ങളുടെ ജീവിതം കൊടുത്ത് നിങ്ങളെ പൂർണ്ണമായിട്ട് സമർപ്പിക്കാൻ തയ്യാറാണോ? യേശു നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരും. സ്തോത്രം. അങ്ങനെ യേശു എന്നെ എഴുന്നേൽപ്പിച്ച് നടത്തി. സ്തോത്രം. ഹല്ലേലൂയ. പലപ്പോഴും ദൈവത്തോട് ചോദിക്കുന്നൊരു കാര്യമുണ്ടായിരുന്നു. കർത്താവെ, ദുബൈയിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന എന്നെ, എൻ്റെ കുടുംബത്തെ അടിച്ചൊടിച്ചു മടക്കി കർത്താവ് എന്തിനായി കേരളത്തിൽ കൊണ്ടുവന്ന് ചോദിച്ചിട്ടുണ്ട്. അതിനൊന്നും ആൻസർ കിട്ടിയില്ലായിരുന്നു. പക്ഷെ ഞാൻ സൗഖ്യമായ അന്ന് രാത്രിയിൽ ദൈവം എന്നോട് വ്യക്തമായിട്ട് ഇടപെട്ടു. ഞാൻ നിന്നെ, നിൻ്റെ കുടുംബത്തെ ഇവിടെ കൊണ്ടുവന്നത് ആയിരക്കണക്കിന് ആൾക്കാർ ആത്മഹത്യ ചെയ്ത് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആത്മഹത്യ ചെയ്യാൻ പോകുന്നവരുടെ മുന്നിൽ ഞാൻ നിന്നെ എത്തിക്കും. അവർ നിൻ്റെ അടുക്കൽ ഓടിയെത്തും. സ്തോത്രം. ആ ദൈവത്തിൻ്റെ ശബ്ദം ഞാൻ കേട്ടു. ഞാൻ പറഞ്ഞു, കർത്താവെ, ഞാൻ റെഡിയാ. എന്ത് ചെയ്യണം? കർത്താവ് പറയുന്ന അനുസരിക്കണം. ഈ കാലഘട്ടത്തിൽ കർത്താവ് നമ്മളെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളോട് ഞാൻ പറയുകയാണ്, നിങ്ങൾ വിചാരിക്കുന്നു കഴിവില്ല, എന്നെക്കൊണ്ട് പറ്റത്തില്ല, എന്നെക്കൊണ്ട് കഴിയത്തില്ല. നിങ്ങളുടെ കഴിവ് കർത്താവിന് വേണ്ട. നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണോ? കർത്താവ് നിങ്ങളെ ഉപയോഗിക്കും. 2017 ഞങ്ങൾ ആരംഭിച്ച പ്രവർത്തനമാണ് സൂയിസൈഡിൻ്റെ മിഷൻ വർക്ക്. കേരളത്തിലും മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ നമ്മൾ ആരംഭിച്ചു. ഈ 8 വർഷം കൊണ്ട് 10,000-ൽ പരം ആൾക്കാരെ ആത്മഹത്യയിൽ നിന്ന്, ഡ്രഗ്സ് അഡിക്റ്റിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ കർത്താവ് ഇടയാക്കി. ദൈവത്തിൻ്റെ കൃപയാ. ദൈവം പറഞ്ഞതനുസരിച്ചപ്പോൾ നൂറുകണക്കിന് ബോർഡുകൾ കേരളത്തിൻ്റെ പല ഭാഗങ്ങൾ ഹൈവേകളിൽ ഞങ്ങൾ വെച്ചു. ആത്മഹത്യ അരുതേ, യേശു താങ്കളെ സ്നേഹിക്കുന്നു. നിങ്ങൾക്കറിയാമോ, രാത്രിയിലൊക്കെ വെളുക്കും വരെ കോള, ചാവാൻ പോകുന്നവരുടെ കോള. എന്താ കാര്യം എന്നറിയാമോ? കർത്താവ് പറഞ്ഞതനുസരിക്കണം. സ്തോത്രം. എൻ്റെ ബിസിനസ് അടിച്ച് തകർത്തപ്പോൾ, എൻ്റെ കാല് തള്ളി ഒടിച്ചെൻ്റെ വീൽ ചെയറിൽ ഇരുത്തപ്പോൾ ദൈവത്തോട് ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. എന്തിനാ കർത്താവ് ഇതൊക്കെ? എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇപ്പോൾ എനിക്കൊരു കാര്യം അറിയാം. നൂറുകണക്കിന് ആയിരക്കണക്കിന് ആൾക്കാർ ചാവാൻ പോയവരെ കർത്താവിലേക്ക് കൊണ്ടുവരുവാൻ കർത്താവ് ഇടയാക്കി. അതാണ് ഏറ്റവും വലിയ സന്തോഷം. ദൈവമക്കളെ, നിങ്ങളെയും കർത്താവിന് ആവശ്യമുണ്ട്. നിങ്ങളെയും ആവശ്യമുണ്ട്. എന്നെ കേൾക്കുന്ന യൗവനക്കാരി, ദൈവം താങ്കളെ ഇതിനു വേണ്ടി മാടി വിളിക്കുകയാണ്. താങ്കളുടെ ജീവിതം യേശുവിന് കൊടുക്കാൻ തയ്യാറാണോ? താങ്കളുടെ കോളേജിൽ, താങ്കളുടെ ഹോസ്റ്റലിൽ തകർന്നിരിക്കുന്ന അനേകരുണ്ട്, നീറിപ്പോകുന്ന അനേകരുണ്ട്. അവിടെ അടുക്കലേക്ക് കർത്താവ് നിങ്ങളെ അയക്കാൻ ആഗ്രഹിക്കുന്നു. എത്ര പേർ റെഡിയാണ്? പ്രൈസ് ദി ലോർഡ്. കർത്താവ്, എന്നെ അയക്കണമേ, ഞാൻ പോകാം, എന്നെ ഉപയോഗിക്കണമേ, ഞാൻ റെഡിയാന്ന് പറയുന്ന എത്ര പേരുണ്ട്? യേശു നിങ്ങളെ യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. ഞാൻ വിഷയത്തിലേക്ക് മടങ്ങി വരട്ടെ. വിശ്വാസത്തിൻ്റെ ചലനം നമ്മൾ ഉണ്ടാകണം. വിശ്വാസമുണ്ടെന്ന് പറഞ്ഞ് കൈകൊട്ടി പാടിക്കൊണ്ടിരുന്നാൽ പോരാ, വിശ്വാസത്തിൻ്റെ ചലനം ഉണ്ടാകണം. സ്തോത്രം. ഞങ്ങളുടെ ലൈഫിൽ കുഞ്ഞുങ്ങളുണ്ടാകത്തില്ല എന്നൊരു വിഷയമുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഞാൻ വൈഫിനോട് പറഞ്ഞു, നിനക്ക് ആൺകുഞ്ഞിനെ വേണോ പെൺകുഞ്ഞിനെ വേണോ? ആദ്യം നമുക്ക് ആൺകുഞ്ഞിനെ ആദ്യം വേണം സാമച്ചാന്ന് പറഞ്ഞു. എൻ്റെ വൈഫ് പറഞ്ഞു. കല്യാണം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞു. ഞങ്ങൾ ദുബൈയിലാണ്, കുടുംബമായിട്ട് അവിടെയാണ്. വിശ്വാസത്തിൻ്റെ ചലനം തുടങ്ങി. എന്താണെന്നറിയാമോ? ഒരാൺകുഞ്ഞിന് വേണ്ട ഡ്രസ്സ് മേടിച്ചു വെച്ചു. പ്രാർത്ഥിച്ചു, കർത്താവേ, വേണ്ട, ഞങ്ങൾ വിശ്വാസത്തോടെ സ്റ്റെപ്പ് എടുത്തിരിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി കർത്താവ് ഒരു തലമുറ ഒരുക്കിയിരിക്കുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. അടുത്ത മാസം എൻ്റെ ഭാര്യ പ്രഗ്നൻ്റായി. ഞങ്ങൾക്ക് 1ാമത്തെ മകനെ ലഭിച്ചു. അവൻ്റെ പേര് ഫെയ്ത്ത് എന്നാണ്. വിശ്വാസം. സ്തോത്രം. ഒന്നുകൊണ്ട് തീർന്നില്ല. 2ാമത് സ്തുതി വന്നു, പ്രൈസി. 3ാമത് ജോയ്, ഡിറ്റ്സ. കുഞ്ഞുങ്ങൾ ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞെടുത്ത് ദൈവം 3 തലവരെ തന്നെങ്കിൽ, ഞാൻ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളോട് പറയുകയാണ്, നിങ്ങളിങ്ങനെ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വാസത്തെ സ്റ്റെപ്പ് ചെയ്യേ. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. സ്തോത്രം. ഹല്ലേലൂയ. വിശ്വാസം ചലിക്കാൻ തുടങ്ങട്ടെ. വിശ്വാസം വ്യാപരിക്കട്ടെ. വിശ്വാസമുണ്ടെന്ന് 1000 വട്ടം പേപ്പർ എഴുതി വെച്ചിട്ട് കാര്യമില്ല. വിശ്വാസത്തിൻ്റെ ചലനം സംഭവിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. സമയം മുന്നോട്ട് പോകുന്നുണ്ട്.
ഞാൻ സ്തോത്രം പെട്ടെന്ന് മുന്നോട്ട് പോകട്ടെ. 12 സംവത്സരമായ ഒരു സഹോദരി ഇതിൻ്റെ ഇടയ്ക്ക് കയറി വന്നു. നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ഏറിയോ ഒന്ന് വൈദ്യന്മാരാൽ സഹിച്ചു. കയ്യിലുള്ള പൈസ മുഴുവൻ പോയി. ആ സഹോദരിയെ കുറിച്ച് പറയുന്നത്, ആ സഹോദരി പരവശയാണ്. ഏറ്റവും പരവശയായി. ഏറ്റവും പരവശയാകുന്ന സ്റ്റേജ് എന്ന് പറയുന്നത് സൂയിസൈഡ് സ്റ്റേജാണ്. ഞങ്ങളിങ്ങനെ ഈ സൂയിസൈഡിൻ്റെ കൗൺസിലിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഈ ആൾക്കാരെ തരം തിരിച്ചറിയാൻ പറ്റും. ഒരു മനുഷ്യൻ ഫോണിൽ കൂടെ, എനിക്ക് ഇഷ്ടംപോലെ കോൾ വരുന്നുണ്ട്, മരിക്കാൻ പോകുന്നുള്ള കോള്. എൻ്റെ ഫോണിലേക്ക് ഒരു മനുഷ്യൻ എന്നെ ചീത്ത വിളിച്ചുകൊണ്ട് സംസാരിക്കുന്നെങ്കിൽ നമ്മൾ ഫോൺ കട്ട് ചെയ്യത്തില്ലേ? സാധാരണ അങ്ങനെ നമ്മൾ ചെയ്യുന്നത്. പക്ഷെ ഞങ്ങൾ കട്ട് ചെയ്യത്തില്ല. ഞാൻ കട്ട് ചെയ്യത്തില്ല. എന്ന് വെച്ചാൽ അവൻ്റെ അവസാനത്തെ സ്റ്റേജാണ്. അവൻ മരിക്കാൻ പോവുകയാണ്. ഏതെങ്കിലും റെയിൽവേ ട്രാക്കിൻ്റെ മുന്നിൽ വെച്ചായിരിക്കും നമ്മളെ ചീത്ത വിളിക്കുന്നത്. അതിൽ ഏതെങ്കിലും വിഷം മേടിച്ച് വെച്ചിട്ടാണ് ചീത്ത വിളിക്കുന്നത്. എന്നെ അങ്ങനെ വിളിച്ചിട്ടുണ്ട് ആൾക്കാർ. വിഷം മേടിച്ച് ഐസ്ക്രീമിൽ കലക്കി വെച്ചിട്ട് എന്നെ ചീത്ത വിളിച്ചിട്ടുണ്ട്. ഞാൻ ഫോൺ കട്ട് ചെയ്യത്തില്ല. 1 മണിക്കൂർ 1.5 മണിക്കൂർ സംസാരിച്ചിട്ടുണ്ട്. എന്നെ ചീത്ത വിളിച്ച വ്യക്തി കരയാൻ തുടങ്ങും. അവന് വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവ് അവനിൽ വ്യാപരിക്കുന്ന ഈവിൾ സ്പിരിറ്റിനെ പുറത്താക്കും. അവനെ കർത്താവ് പുറത്തു കൊണ്ടുവരും. ഞാൻ ഇത് പറയാൻ കാര്യം, ഈ സഹോദരി ഏറ്റവും പരവശയായി എന്നോട് എഴുതി വെച്ചിട്ടുണ്ട്. ഈ പരവശയാകുന്ന ഈ സമയം എന്ന് പറയുന്നത് സൂയിസൈഡ് സ്റ്റേജാണ്. നിരാശയെക്കാളും ഭയങ്കരമാണ്. ആ സമയം എന്ന് പറയുന്നാൽ ചിന്തിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടും. മക്കൾ എന്നുള്ള ചിന്ത നഷ്ടപ്പെടും. കുഞ്ഞുങ്ങളെന്നുള്ള എല്ലാ കാര്യം മറക്കും. ഭാര്യ എന്നുള്ള മറക്കും. എന്താ മരിച്ചാൽ സംഭവിക്കുന്നതൊന്നും ചിന്തിക്കത്തില്ല. അവരുടെ ലൈഫ് തീർക്കാൻ അവർ ശ്രമിക്കും. അതാണ് ഏറ്റവും പരവശയാകുക എന്ന് പറയുന്നത്. ഏറ്റവും പരവശയായിരിക്കുന്ന ഈ സഹോദരി യേശുവിനെ കുറിച്ച് കേട്ടു. സ്തോത്രം. ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി അതാണ്. ഏറ്റവും പരവശയായിരിക്കുന്ന ആൾക്കാർ യേശുവിനെ കുറിച്ച് കാണും. ഞങ്ങളുടെ വാഹനത്തിനകത്ത് ഞങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വലിയ ഫ്ലക്സ് വെച്ചിട്ട് ട്രാഫിക്കുള്ള സ്ഥലങ്ങളിൽ കൊണ്ട് വണ്ടി ഇടും. ട്രാഫിക്കിനകത്തൂടെ ഞങ്ങൾ വണ്ടി ഓടിക്കും. എന്തെന്നറിയാമോ? ഏറ്റവും പരവശയായിരിക്കുന്ന അനേകർ ഇത് കണ്ട് ആ നമ്പർ നോട്ട് ചെയ്തിട്ട് രാത്രിയിൽ വിളിക്കും. പബ്ലിക്കിൽ ഞങ്ങൾ അവയർനെസ് പ്രോഗ്രാം നടത്തും. നമ്പർ വലിയ അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട്. 100 കണക്കിന് ആൾക്കാരുടെ കോള് വരും. ഏറ്റവും പരവശയായവർ. ഈ സഹോദരി ഏറ്റവും പരവശയായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, വാക്കം നിൽക്കുന്ന ഒരു സ്ഥലത്ത് സ്പാർക്ക് ഉണ്ടാകുമ്പോൾ ബോംബ് പൊട്ടുന്ന പോലെ തീ കത്തുന്നത് കൊണ്ടാണ് നമ്മുടെ വാഹനങ്ങൾ ചലിക്കുന്നത്. നിങ്ങൾക്കറിയാമോ അത്? ഒരു പിസ്റ്റൺ ചലിക്കുന്നത് വാക്കം നിൽക്കുന്ന സിലിണ്ടറിനകത്ത് ആ ഈ ഫ്യൂവലിൻ്റെ ഒരു സ്പാർക്ക് ഉണ്ടാകുമ്പോഴാണ് ഈ പിസ്റ്റൺ ചലിക്കാൻ തുടങ്ങുന്നത്. ബോംബ് പൊട്ടുന്നതിന് വലിയ ഒരു സ്ഫോടനം നടക്കും. സ്ഫോടനം. നമ്മൾ വാഹനം ഓടിക്കുന്നതൊന്നും ചിന്തിക്കാറില്ല. നമ്മളെ മുന്നിൽ തീ കത്തിക്കൊണ്ടിരിക്കുക. എഞ്ചിനകത്ത് വലിയ സ്ഫോടനം നടന്നുകൊണ്ടിരിക്കുക. അതിൻ്റെ പവർ കൊണ്ടായി പിസ്റ്റൺ ചലിക്കുന്നത്. അപ്പോൾ ഹൃദയത്തിനകത്ത് പരവശയാകുമെന്ന് പറഞ്ഞാൽ ഈ വാക്കം നിൽക്കുക. അവരുടെ നിരാശയുടെ വാക്കം, ഭയത്തിൻ്റെ ഈ വാക്കത്തിനകത്തോട്ട് യേശു ക്രിസ്തു താങ്കളെ സ്നേഹിക്കുന്നു എന്നുള്ള ഒരു സ്പാർക്ക് വീഴുമ്പോൾ കത്താൻ തുടങ്ങും. ഈ സഹോദരി യേശുവിനെ കുറിച്ച് കേട്ടു. സ്പാർക്ക്. സ്തോത്രം. ഉടൻ തന്നെ അവൾ അവിടെ നിന്ന് എഴുന്നേറ്റു. ദൈവമക്കളെ, ഈ സഹോദരിയെ കുറിച്ചൊന്ന് പഠിക്കണം കേട്ടോ. നമ്മൾ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഒന്ന് ഛർദ്ദിച്ചിട്ട് നിങ്ങൾ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് നടക്കുമോ? ഒരാഴ്ച നിങ്ങൾ പനിയായിട്ട് ശരീരം വയ്യാതെ കിടന്നാൽ നിങ്ങൾ പിന്നെ എഴുന്നേക്കുമോ? നമ്മുടെ ശരീരത്തിൽ ഛർദ്ദിക്കുമ്പോൾ വെള്ളമാണ് പോകുന്നത്. വെള്ളം പോയാൽ തന്നെ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റത്തില്ല. ഈ സഹോദരി 12 വർഷമായിട്ട് രക്തം ശരീരത്തിൽ നിന്ന് പോകുകയാണ്. സ്തോത്രം. രക്തം. ഞങ്ങൾ പാലക്കാട് ഒരു മീറ്റിങ്ങിന് പ്രസംഗം കഴിഞ്ഞപ്പോഴത്തേക്ക് മറ്റു മതത്തിലുള്ള ഒരു സഹോദരൻ എൻ്റെ അടുക്ക് വന്നിട്ട് പറഞ്ഞു, സുഹൃത്തെ ഒന്ന് പ്രാർത്ഥിക്കാമോ? ഞാൻ ആ മാനസികമായിട്ട് തകർന്നിരിക്കുകയാണ്. ഞാൻ എന്താ വിഷയം ചോദിച്ചു. അത് എൻ്റെ ശരീരത്തിൽ നിന്ന് ബ്ലഡ് പോവുക. പാമ്പർ വെച്ചിരിക്കുക. എല്ലാ ആഴ്ചയിലും ബ്ലഡ് കയറ്റും. ബ്ലഡ് പോവുകയാണ്. 90 കിലോ ഉണ്ടായിരുന്ന മനുഷ്യൻ 40 കിലോ ആയി മാറി. സ്തോത്രം. എന്നോട് അദ്ദേഹം പറഞ്ഞു, ഞാൻ പല സ്ഥലങ്ങളിൽ പോയി മന്ത്രവാദങ്ങൾ ചെയ്തു നോക്കി, ഒത്തിരി കാര്യങ്ങൾ ചെയ്തു നോക്കി, ഒരു രക്ഷയില്ല. എൻ്റെ ബിസിനസ് പൂട്ടി, എൻ്റെ സമ്പാദ്യങ്ങൾ നശിച്ചു. നിങ്ങൾ യേശുവിനോട് പറഞ്ഞ് എന്തെങ്കിലും ചെയ്ത് എന്നെ ഒന്ന് വിടിവിക്കണമേ എന്നാ മനുഷ്യൻ പറഞ്ഞു. പ്രിയ സുഹൃത്തെ, ഞാൻ അദ്ദേഹത്തോട് ഒരു ചോദ്യം ചോദിച്ചുള്ളൂ. കർത്താവായ യേശു ക്രിസ്തു ആരാൻ ചോദിച്ചു. കർത്താവായ യേശു ക്രിസ്തു
ആരാണ്? ഇന്നത്തെ ഏറ്റവും വലിയ ചോദ്യമാണ്, യേശു ക്രിസ്തു ആരാ? കരയുന്ന, ചിരിക്കുന്ന, കണ്ണുനീര് തൂകുന്ന, ദുഃഖിക്കുന്ന, വിശക്കുന്ന യേശു ദൈവമാണോ? ഹല്ലേലൂയ. ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, യേശു ക്രിസ്തു സർവശക്തനായ ദൈവമാണ്. ഈ ലോകത്തിലേക്ക് മനുഷ്യവേഷമെടുത്ത് ഇറങ്ങി വന്നത് ഒരു വലിയ ദൗത്യത്തിന് വേണ്ടിയാണ്. മനുഷ്യവേഷമെടുത്താൽ ആ മനുഷ്യനായി വേഷമെടുത്ത വ്യക്തി ചിരിക്കും, കരയും, വിശക്കും. 2000 വർഷം മുമ്പേ അല്ല ദൈവം ഉണ്ടായത്. ദൈവം അനാദിയാ. ഞാൻ ഈ വ്യക്തിയോട് ചോദിച്ചു, യേശു ആരാ? സ്തോത്രം. യേശു ആരാണ്? അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് ഒരിക്കലും ആ വാക്ക് വീഴത്തില്ല. എനിക്കറിയാം. ഞാൻ വിശ്വസിക്കുന്നു, യേശു സർവശക്തനായ ദൈവമാണ്. ദൈവമക്കളെ, അങ്ങനെ പറഞ്ഞ നിമിഷം ആ മനുഷ്യന്റെ തലയെ കൈവച്ചു. ഓൺ ദ സ്പോട്ടിൽ അവനിൽ വ്യാപരിച്ചിരുന്ന പിശാച് അവനെ വിട്ട് ഇറങ്ങി. അവൻ നിലത്ത് കിടന്ന് ഉരുണ്ടു. നോരയും പതയും വന്ന് അവിടെ കിടന്നു, ചത്തവനെ പോലെ. എഴുന്നേറ്റ് വന്നു. എഴുന്നേറ്റ് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, സാറേ, ഞാൻ എവിടാ? ഞാൻ പറഞ്ഞു, എന്തു പറ്റി? എൻ്റെ ശരീരത്തിൽ നിന്ന് എന്തോ പോയി. വർഷങ്ങളായി അലട്ടിക്കൊണ്ടിരുന്ന, സമ്പത്ത് മുഴുവൻ നശിപ്പിച്ചുകൊണ്ടിരുന്ന, അദ്ദേഹത്തെ ബന്ധിച്ചിരുന്ന പൈശാചി ശക്തി ഓൺ ദ സ്പോട്ടിൽ അദ്ദേഹത്തെ വിട്ടുമാറി. പ്രിയ ദൈവമക്കളെ, അതേ സംഭവമാണ് ഈ സഹോദരിലും കിടക്കുന്നത്. ബ്ലഡ് ചോർന്നുകൊണ്ടിരിക്കുക, ബ്ലഡ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കേ, 12 വർഷം ഈ സഹോദരി, ഈ ബ്ലഡ് ശരീരത്തിൽ നഷ്ടപ്പെടുന്ന ഈ സഹോദരിക്ക് നടക്കാൻ പറ്റുമോ? എത്ര ദൂരം നടക്കാൻ പറ്റും? പക്ഷേ അവൾ യേശുവിനെ കുറിച്ച് കേട്ടപ്പോൾ അവൾ നടക്കാൻ തുടങ്ങി. ഞാൻ ചിന്തിക്കുന്ന, അവൾ വീണ് കാണും പലപ്പോഴും. അവൾ വീണിട്ട് വീണ്ടും എഴുന്നേറ്റു. എനിക്ക് എങ്ങനെങ്കിലും യേശുവിനെ ഒന്ന് തൊടണം, എനിക്ക് എങ്ങനെങ്കിലും യേശുവിനെ ഒന്ന് തൊടണം. അവൾ എന്താ ചെയ്തത്? യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊട്ടു. നിങ്ങൾ വിശ്വസിക്കുന്നുവോ? യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊട്ടപ്പോഴാണ് അവിടെ വിശ്വാസം വ്യാപരിച്ചത്? അല്ല. യേശുവിനെ കുറിച്ച് കേട്ടപ്പോൾ എഴുന്നേക്കാൻ വയ്യാത്ത സഹോദരി ചാടി എഴുന്നേറ്റു. അവൾക്ക് വയ്യ, എന്നിട്ടും അവൾ സ്റ്റെപ്പ് വെച്ച് നടന്നു. സ്തോത്രം. അവളിൽ വിശ്വാസം വ്യാപരിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ ദൈവമക്കളെ, ലോകം പല പ്രതികൂലങ്ങൾ നിന്റെ മുന്നിൽ കൊണ്ട് നിൽക്കാം. ഈ സഹോദരിക്ക് പബ്ലിക്കിൽ എത്താൻ പറ്റത്തില്ല, പബ്ലിക്കിൽ നിൽക്കാൻ കഴിയില്ല. അങ്ങനെ കണ്ടാൽ കല്ലെറിഞ്ഞ് കൊന്നുകളയും. എന്നിട്ട് അതൊന്നും വകവെക്കാതെ എനിക്ക് യേശുവിൻ്റെ അടുക്ക വരണം, യേശുവിനെ ഒന്ന് തൊടണം. സ്തോത്രം. ആ സഹോദരി അവിടെ വന്ന് യേശുവിനെ തൊട്ടു. ഓൺ ദ സ്പോട്ടിൽ സൗഖ്യമായി. ഇൻ കേസ് അവൾക്ക് അവിടെ വന്നെത്തി യേശുവിനെ തൊടാൻ കഴിഞ്ഞില്ലെന്ന് വിചാരിച്ചോളുക, അവൾ സൗഖ്യമാകുമായിരുന്നു. അങ്ങനെ ആരെങ്കിൽ ബൈബിളിൽ എഴുതി വെച്ചനമായിരുന്നു. രക്തസ്രാവക്കാരിയ ഒരു സഹോദരി, അവൾ യേശുവിൻ്റെ അടുക്കലേക്ക് നടന്നു വരികയായിരുന്നു. പക്ഷേ യേശുവിൻ്റെ അടുക്ക വരാൻ കഴിഞ്ഞില്ല. എന്നാൽ അവൾ സൗഖ്യത്തോടെ മടങ്ങിപ്പോയി എന്നെഴുതി അനയമായിരുന്നു. നിന്റെ ചലനത്തിൽ വിശ്വാസം വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. സഭായോഗത്തിന് ഇറങ്ങുമ്പോഴേ നിന്റെ ആരാധന ആരംഭിച്ചു. നമ്മളെല്ലാം ആരാധിക്കുന്ന എപ്പോഴാ? സഭായോഗത്തിന് വന്ന് പ്രൈസ് ആൻഡ് വർഷിപ്പ് തുടങ്ങുമ്പോൾ ആരാധന, പ്രൈസ് ആൻഡ് വർഷിപ്പ് നടത്തുമ്പോഴാ. ദൈവമക്കളെ, വീട്ടിൽ നിന്ന് നീ ഡ്രസ്സ് മാറങ്ങുമ്പോൾ തന്നെ ദൈവം നിന്നെ നോക്കിക്കൊണ്ടിരിക്കുക. നിന്റെ ആവേശം, നിന്റെ ആഗ്രഹം ഓങ്ങി തൂങ്ങി വന്നിട്ട് 2 കൈയും കൊട്ടി പോയാണ്ടല്ലോ ദൈവം പ്രസാദിക്കത്തില്ല. ദൈവാത്മാവ് ഞാൻ വിളിച്ചു പറയുന്നു, ദൈവത്തിന് നിന്റെ പൂർണ്ണ മനസ്സ് വേണം, പൂർണ്ണ ഹൃദയം, പൂർണ്ണാത്മാവ്, പൂർണ്ണ ശക്തി. പാസ്റ്ററെ കളിപ്പിക്കാം, കമ്മിറ്റി മെമ്പേഴ്സിനൊക്കെ കളിപ്പിക്കാം, വിശ്വാസികളെ കളിപ്പിക്കാം. ദൈവത്തെ കളിപ്പിക്കാൻ പറ്റത്തില്ല. നീ വീട്ടിൽ നിന്ന് ഡ്രസ്സ് മാറി ഇറങ്ങുമ്പോൾ തന്നെ ദൈവം നോക്കിക്കൊണ്ടിരിക്കുക. എത്രത്തോളം ആഗ്രഹത്തോട് വാഞ്ചയോടാണ് നീ ദൈവത്തെ ആരാധിക്കാൻ വരുന്നത്. ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. ദൈവമക്കളെ, വിശ്വാസം ചലിക്കട്ടെ. എബ്രായ ലേഖനത്തിൽ ഒരു വാക്യപ്രകാരമുണ്ട്. വിശ്വാസ വീരന്മാരുടെ പട്ടിക എഴുതിയിട്ട് ഇങ്ങനെ അവസാനം പറഞ്ഞു നിർത്തുകയാണ്. വിശ്വാസത്താൽ അവർ തീയുടെ ബലം കെടുത്തി, അവർ സിംഹത്തിൻ്റെ വായടച്ചു. സ്തോത്രം. ഇതാണോ വിശ്വാസ ഡെഫിനിഷൻ? പാസ്റ്റർ, ഇതാണോ വിശ്വാസ ഡെഫിനിഷൻ? വിശ്വാസത്താൽ എങ്ങനെയാണ് തീയുടെ ബലം കെടുന്നത്?
വിശ്വാസത്താൽ എങ്ങനെയാ സിംഹത്തിന്റെ വായടയ്ക്കുന്നത്? നിങ്ങൾക്ക് സമയം കിട്ടുവാണെങ്കിൽ ദാനിയേലിന്റെ പുസ്തകം 3-ാം അധ്യായം എടുത്ത് വായിക്കണം. ഹല്ലേലൂയ. അവിടെ ആ ശദ്രക്, മേശക്, അബേദ്നെഗോ അവർ വിശ്വാസത്തിന്റെ വാക്കുകൾ, സംസാരങ്ങൾ ശ്രമിക്കണം. രാജാവേ, ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പറയേണ്ട വലിയ കാര്യമൊന്നുമില്ല. അവർ ആദ്യം മൗനമായിട്ടിരുന്നു. എടുത്ത് വീണ്ടും ചോദിച്ചു പറയുന്നു, ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കേണ്ട കാര്യമില്ല. പക്ഷെ നീ വീണ്ടും വീണ്ടും ചോദിക്കുന്നുകൊണ്ടും നീ രാജാവായതുകൊണ്ടും ഞങ്ങൾ നിനക്ക് ഉത്തരം തരണമെന്നും ഞങ്ങൾ പറയുകയാണ്, നീ പൊക്കിയ ഈ ബിംബത്തെ ഞങ്ങൾ നമസ്കരിക്കത്തില്ല. ഇതാണ് ഞങ്ങളുടെ വിശ്വാസം. നമ്മുടെ വിശ്വാസം ഇതാ. പക്ഷേ ദൈവം പ്രസാദിക്കുന്ന വിശ്വാസം അതല്ല. നമ്മൾ ഇതൊക്കെ പറയാറുള്ളൂ. ഞാൻ നമസ്കരിക്കത്തില്ലെന്നൊക്കെ പറയും. പക്ഷെ അടുത്തവിടെ വിശ്വാസത്തിന്റെ ധ്വനി കേട്ടോണം. ഞങ്ങളുടെ ദൈവം ഞങ്ങളെ വിടുവിക്കും, അത് ഞങ്ങളുടെ വിശ്വാസമാണ്, ഞങ്ങൾ സമ്മതിക്കുന്നു. പക്ഷെ അടുത്ത വാക്ക് കേട്ടോണം, ഞങ്ങളെ വിടുവിച്ചില്ലെങ്കിലും നീ പൊക്കി വെച്ചിരിക്കുന്ന ഈ ബിംബത്തെ ഞങ്ങൾ നമസ്കരിക്കത്തില്ല. പ്രൈസ് ഗോഡ്. പ്രിയ ദൈവമക്കളെ, ഇതാണ് വിശ്വാസത്തിന്റെ ചലനം. നിന്റെ മുന്നിൽ നിൽക്കുന്ന തീയുടെ ബലത്തെ കർത്താവ് കെടുത്തും. സിംഹത്തിന്റെ വായ കർത്താവ് അടയ്ക്കും. രോഗങ്ങൾ ഓടിപ്പോകും, മരണങ്ങൾ മാറിപ്പോകും, അന്യായ ബന്ധനങ്ങൾ അഴിഞ്ഞു മാറും, കെട്ടുകൾ പൊട്ടും, മന്ത്രവാദങ്ങളും ആഭിചാരങ്ങളും പൊട്ടിമാറും. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വചനം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അനേക രോഗികൾ സൗഖ്യമായിക്കൊണ്ടിരിക്കുകയാണ്, ബന്ധനങ്ങൾ അഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുകയാണ്, കെട്ടുകൾ പൊട്ടുകയാണ്, രോഗത്തിന്റെ സൗഖ്യം വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളായിരിക്കുന്ന സ്ഥാനം നിങ്ങൾ ഹൃദയത്തിൽ നിന്ന് കൈവെക്കാമോ? നിങ്ങളെ കർത്താവ് തൊടാൻ ആഗ്രഹിക്കുന്നു. എവിടെ ആയിക്കോട്ടെ, ഒരു വാക്ക് പ്രാർത്ഥിക്കാം. സ്വർഗത്തിലും ഭൂമിക്കും നാഥനായവനും സകലത്തിന്റെ ഉടയവനായ ഞങ്ങളുടെ കർത്താവേ, അവിടുത്തെ അദൃശ്യമായ കരവിടെ ചലിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടപ്പ. രോഗങ്ങളിൽ നിന്ന് പുറത്തു വരട്ടെ, അവിടെ നിരാശയിൽ നിന്ന് പുറത്തു വരട്ടെ, ബന്ധനങ്ങളിൽ നിന്ന് പുറത്തു വരട്ടെ. കർത്താവേ, മരണത്തിലേക്ക് പോകുന്ന ചില കുടുംബങ്ങൾ നിരാശയിൽ നിന്ന് പുറത്തു വരട്ടപ്പ. രോഗശയ്യെ കിടന്ന് കേൾക്കുന്നവർ, അയ്യോ എന്റെ ജീവിതം ഇങ്ങനായിപ്പോയെന്ന് ചിന്തിക്കുന്നവർ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമായി ചാടി എഴുന്നേക്കട്ടെ. കർത്താവേ, കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടവർ, കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്നവർ, ഭവനമില്ലാത്തവർ, കടം ഹാരി കിടക്കുന്നവർ അനേകരുണ്ട്. യേശുവിന്റെ നാമത്തിൽ വിടുതൽ നടക്കട്ടെ. കർത്താവേ, പാപഭാരവും പേറി നടക്കുന്നവരെ കർത്താവ് പാപത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരണമേ. അനേകർ കർത്താവിനോട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. അവരെ കർത്താവ് ശക്തിയോടെ നിർത്തണം. യേശു ക്രിസ്തുവിന്റെ നാമം ചൊല്ലി ഈ ജനത്തെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അനുഗ്രഹിച്ചതിനായി സ്തോത്രം. യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കർത്താവ് വരാറായി. നമുക്കൊരുങ്ങാം. ഗോഡ് ബ്ലെസ് യു.